ഗൈസ് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ സർപ്രൈസ് റിവീൽ ചെയ്യാൻ വേണ്ടിട്ടുണ്ടെന്നൊക്കെ സുഖമായിട്ട് ഉറങ്ങുക. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. ചേച്ചിയാണ് പറയണ്ട, ചേട്ടനെ നോക്കണ്ട. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? എന്റെ പേര് പറയില്ലേ, എന്റെ പേര് പറയില്ലേ. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ പറയല്ലേ. ഒരാൾ എന്നെ എന്റെ പേര് പ്രൈവറ്റ് ആയിട്ട് വിളിച്ചു. ഇതൊക്കെ അവളെടുത്ത് ഇടൂടാ, നമുക്കല്ലേ കാണുക. പച്ചത്തൊപ്പി 100% പച്ച തൊപ്പി വെച്ച ചേട്ടൻ എങ്ങനെയാണ് ഇത്ര വലിയ നിലയിലെത്തിയത്? സ്റ്റെപ്പ് കയറി. അത് എന്റെ അടുത്തല്ലേ ചോദിച്ചത്? ഇയാളെ പറ ഇപ്പൊ ഇത് തന്നെ പറയും. ഇവൻ ഏതാ? ഞാൻ ആരോ ഏട്ടാ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഏതാണ്ട് 6-7 മാസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ സർപ്രൈസ് റിവീൽ ചെയ്യാൻ വേണ്ടിട്ടുണ്ടെന്നൊക്കെ. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ 2-3 പേരും കൂടെ നിപ്പുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഓക്കെ ആണോ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പി ആയിട്ടോ. കാരണം ഓക്കെ ആണേ, ശരിയാക്കി ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. എന്തുവാ കഴിഞ്ഞ Q&A വീഡിയോ വെച്ച് ഇപ്പൊ ചേച്ചി ഓക്കെ ആണോ, ഫിനാൻഷ്യലി ഓക്കെ ആണോ? കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും പണ്ടത്തെക്കാളും ആ വീഡിയോ ഇട്ട സമയത്തിനേക്കാളും ഒത്തിരി എന്താ പറയാ, എന്തോ പറയാ, മെച്ചമാണ് ഇപ്പൊ. എനിക്ക് നാളെ വേണം. സമ്മതിച്ച് ഇതൊക്കെ അവള് കട്ട് ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓട്ടോഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 10 കഴിഞ്ഞിട്ട് ഓട്ടോഗ്രാഫ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എന്താ പഠിക്കുന്നേ, അച്ഛൻ എവിടാ എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട്. ആ 2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയ കാര്യങ്ങളാണ്. എനിക്കൊന്ന് പറയാൻ വേണ്ടി നമ്മള് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയണ്ട, പിന്നീട് പറയാനും ഓർക്കാനും ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങളാകുമ്പോഴത്തേനും അത് പിന്നീടും പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ 2 കാര്യങ്ങൾ നമ്മൾ ഇപ്രാവശ്യം ഒഴിവാക്കുകയാണ്. കോഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ജോയിൻ ആയിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞിട്ട് 2 ഇയർ ഗ്യാപ്പ് എടുക്കുമായിരുന്നു. ഇത് 2ാമത്തെ ഇയർ അങ്ങനെ ഗ്യാപ്പ് എടുക്കുമായിരുന്നു. കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ആ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് വേറെ കോഴ്സൊന്നും നോക്കിയില്ല. ഇനി ഈ അക്കാഡമിക് ഇയറിൽ വേണം ജോയിൻ ആവാനായിട്ട്. അതിനിടയ്ക്ക് വേറെ കോഴ്സിനൊന്നും പോയിട്ടില്ല. മോട്ടിവേഷനും ഡ്രീം ജോബും, യൂട്യൂബിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ, ഡ്രീം ജോബ് എന്താണ്? യൂട്യൂബിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ യൂട്യൂബിലേക്ക് വന്നേ? യൂട്യൂബിലേക്ക് വന്നത് ടിക്ടോക്ക് ബാൻ ആയോണ്ട്. ഞാൻ യൂട്യൂബിലേക്ക് വന്നത് ടിക്ടോക്ക് ബാൻ. എനിക്ക് എവിടെങ്കിലും വീഡിയോസ് ഇടണമായിരുന്നു. അപ്പൊ ഞാൻ ടിക്ടോക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ന്യൂസ് നോക്കിയപ്പോൾ ടിക്ടോക്ക് ബാനായി. അപ്പൊ പിന്നെ വീട്ടിൽ ചോദിച്ചിട്ട് അമ്മ സമ്മതിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് അവര് യൂട്യൂബിൽ നമ്മൾ കച്ചറം ചെയ്യണം. അതിങ്ങനെ സംസാരമൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞിട്ടിടാലോ. അങ്ങനെയാണ് ചാനൽ തുടങ്ങിയത്. അല്ലാണ്ട് അതിന് വേറെ മോട്ടിവേഷൻ അങ്ങനെയൊന്നും തുടങ്ങിയതല്ല. വെറുതെ എന്റെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയ ചാനലായിരുന്നു. പറയാനില്ലടാ. സ്റ്റിൽ കണ്ടിന്യൂയിങ് പൊട്ടത്തരം. ഡ്രീം ജോബ് എന്ന് പറയുന്നത് കഴിക്കാൻ, ജീവിക്കുക, സുഖമായിട്ട് ഉറങ്ങുക. അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീം ജോബ് ഒന്നും ഇല്ല. പണിയെടുക്കാതെ തിന്നണം, അതാണ് ഉള്ള ഡ്രീം ജോബ്. അതൊക്കെ എന്താ നിസ്സാര പണിയാണോ? തിന്നാന്ന് പറഞ്ഞ വാ തുറന്ന് അങ്ങനെ കാണിക്കണം. ഉറങ്ങാന്ന് പറഞ്ഞ കണ്ണടച്ച് ദുസ്വപ്നം കാണാതെ കിടക്കണം. അല്ലല്ല, ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ടൊരു ജോലി ഇല്ല. ഡ്രീം ജോബ് ഒന്നുമില്ല. ക്യാബിൻ ക്രൂ ആവാൻ ഇഷ്ടമാണോ? എപ്പോഴേലും ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒറ്റപ്പെട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. +2 കഴിഞ്ഞ് ഒരു +2ന്റെ ആ ഒരു 10 കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് 10ന്റെ വെക്കേഷൻ ഒക്കെ അത്യാവശ്യം ബോറായി, ഇഷ്ടപ്പെട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ 2 പേരുണ്ട്. നീ ഒന്ന് ക്യാമറ തിരിച്ച് കാണിച്ചു കൊടുത്തില്ല. എന്താ ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘാത്. ഹാപ്പി ഓർ പ്രൗഡ് ആയിട്ട് തോന്നിയൊരു മൊമെന്റ് എപ്പോഴാണ്?
നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോ റാൻഡം ആയിട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേനും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ചേച്ചിയല്ലേ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേച്ചി. സത്യം പറഞ്ഞാൽ ഞാനപ്പം മിണ്ടാറില്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എനിക്ക് ആരുടെ അങ്ങനെ എനിക്ക് അങ്ങോട്ട് പോയി ഞാൻ സംസാരിക്കത്തില്ല, ഇങ്ങോട്ട് വന്ന് മിണ്ടാണ്ട്. അപ്പത്തേന് ജാടയെന്നൊക്കെ കേൾക്കും. പക്ഷെ ഒരു സമാധാനം കിട്ടും നമുക്ക്. നമ്മൾ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ആർക്കെങ്കിലൊക്കെ നമ്മൾ അറിയാമെന്നൊക്കെ ഉള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റാണ്. ഇതുവരെയും എന്നെ അങ്ങനെ കണ്ട് സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഈ മൊമെന്റിൽ നന്ദി പറയും. കമ്മിറ്റഡ് ആണോ? അതെ, കമ്മിറ്റഡ് ആണ്. ആണോ? ആ. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. യൂട്യൂബ് ചാനൽ ബിഗിനേഴ്സിന് കൊടുക്കാനുള്ള മോട്ടിവേഷൻ ഞാൻ പറയാം. ഇതൊക്കെ എന്ത്? അതായത് ഞാൻ ബിഗിനറാണ്. ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. കൺസിസ്റ്റൻസിയാണ് മെയിൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുക, എന്തെങ്കിലും നല്ല കണ്ടന്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ നോക്കുക. കീവേഡ്സ് ഫ്രം മാസ്റ്റർ ക്ലാസ് ദേവിക, പുള്ളിക്കാരി പറഞ്ഞു തന്നെയാണ്. ഡെയിലി പോസ്റ്റ് ചെയ്യുക, പറ്റുന്നത്രയും വീഡിയോസ് എടുക്കുക, പറ്റുന്നത്രയും വീഡിയോസ് ഇടുക. റീച്ച് കുറയും. റീച്ച് കുറയുന്നതിന്റെ റീച്ച് ഒക്കെ ഡിപ്പെൻസ്. ചില ദിവസം നല്ല റീച്ച് കാണും, ചില ദിവസം റീച്ച് കാണില്ല. ഡിപ്പെൻസ്. എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ക്യാപ്കട്ട് ആണ്. ഓരോ വീഡിയോസ് ഓരോ രീതിക്കായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുക. എല്ലാ വീഡിയോസും ഒരു പർട്ടിക്കുലർ രീതിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തുവാ ബേസിക് ആയിട്ടുള്ള കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് യൂട്യൂബിൽ തന്നെ പഠിക്കാൻ പറ്റും. കുറേ യൂട്യൂബേഴ്സ് അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും പിന്നീട് അത് ചെയ്യാണ്ടിരുന്നത്. അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ക്യാപ്കട്ട് ആണ്. യൂട്യൂബ് പ്രൊഫഷൻ ആക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? യൂട്യൂബ് പ്രൊഫഷൻ ആക്കുന്നത് ഒത്തിരി പേരുണ്ട്. അങ്ങനെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് യൂട്യൂബ് ചെയ്യുന്നതും, അല്ലെങ്കിൽ യൂട്യൂബ് ശരിക്കും ഒരു ലൈഫിൽ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം യൂട്യൂബായിട്ട് കൊണ്ടുപോകുന്ന കുറെ പേരുണ്ട്. അതിനൊന്നും എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി കയ്യിലുണ്ടാവാന്ന് പറയുന്നത് ഒരു ബലാണ്. ചിലപ്പോ മേ ബി എപ്പോഴെങ്കിലും ഒക്കെ. യൂട്യൂബ് പ്രൊഫഷൻ കുറച്ച് കാണുമെന്നല്ല, യൂട്യൂബ് ഒരു പാഷനാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. എന്താ ഷൈട്ടോ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അതല്ലാതെ നമുക്കൊരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടാവണം. ഒരു മിനിമം ഡിഗ്രി കയ്യിൽ വേണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മിനിമം ഒരു ഡിഗ്രി ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. എപ്പോഴാണ് നമുക്ക് ആ ഡിഗ്രി കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ യൂട്യൂബ് എന്നൊരു മാത്രം ഒരു സോഴ്സിലോട്ട് നമ്മൾ ഒതുങ്ങാതെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം പഠിക്കാൻ പറ്റുമോ പഠിക്കുക, അതിനനുസരിച്ച് കോഴ്സുകൾ എടുക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് തിരിഞ്ഞു പോവുക, അതിന്റെ കൂടെ നമ്മുടെ പാഷൻ ആയിട്ടുള്ള യൂട്യൂബ് ഒരുപോലെ കൊണ്ടുപോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഡിഗ്രി നോക്കുന്നുണ്ട്. എന്തായാലും യൂട്യൂബ് പ്രൊഫഷൻ ആക്കാനുള്ള പ്രൊഫഷൻ ആക്കും. മേ ബി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മേ ബി നല്ല ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അന്ന് ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മേ ബി അതൊരു പ്രൊഫഷൻ ആക്കിയേക്കാം അല്ലേ? എന്തായാലും ഇപ്പൊ പഠിക്കുവാണ്. ഇപ്പൊ പഠിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രൊഫഷൻ ആക്കാൻ തീരുമാനമില്ല. ഇനി ബ്രദറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ വന്നേ അതൊന്നും വരത്തില്ല, കട്ട് ചെയ്യും. ഇവിടെ ചെയ്യായിരിക്കും. നടക്കണ കാര്യം വല്ല പറടാ. ഓക്കെ, ബ്രദറിന്റെ പേര് വന്നിട്ട് ദേവനന്ദൻ എന്നാണ്. ഞങ്ങൾ എല്ലാവരും നന്ദു എന്ന് വിളിക്കും. പുള്ളി ഇനി 8th വരെ പുള്ളി പഠിച്ചത് ഒരു സ്കൂളിലാണ്. അവിടെ UP വരെ ഉള്ളൂ. അപ്പൊ ഹൈസ്കൂൾ ഇപ്പൊ പുതിയൊരു സ്കൂളിലോട്ട് ജോയിൻ ആയിട്ടുണ്ട്. ആള് ഇതുവരെ സ്കൂളൊന്നും കണ്ടിട്ടില്ലെന്നോ? കണ്ടോ? ഇല്ലല്ലോ, പുതിയൊരു സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ആള് പൊതുവെ പാവമാണെങ്കിലും കച്ചറ സ്വഭാവം കാണിക്കും. ഹോം ടൗൺ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങള് ട്രിവാൻഡ്രത്താണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. ഞാൻ ട്രിവാൻഡ്രം, ഇവൻ കൊല്ലം. കൊല്ലം. എൻട്രൻസ് എന്തായും ചോദിച്ചിട്ടുണ്ട്. എൻട്രൻസ് എൻട്രൻസ് ഒക്കെ അപ്പോഴേ വിട്ടു. അവര് വിട്ടു. അത് അതെ, ഞാനെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ എഴുതുന്ന പിള്ളേരുണ്ട് കേട്ടോ. 4-5 വർഷമൊക്കെ കുത്തിയിരുന്ന് പിന്നെ റിപ്പീറ്റ് അടിച്ച്. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒറ്റ വട്ടം നോക്കും, കിട്ടിലേ പോകും, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ നോക്കിയതാണ്. അതും എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. അത് ഒന്നും നേരെ നടന്നില്ല. അങ്ങനെ പാസ്സായി, പക്ഷെ അഡ്മിഷൻ കിട്ടേണ്ട മാർക്കില്ല. വീഡിയോ ഇടുന്ന ടൈം ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ടൈം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൈം ഇല്ല. ടൈമൊക്കെ ഉണ്ട്. വൈകുന്നേരം 7 മണിയാണ് നമ്മുടെ വീഡിയോയുടെ ടൈം. പക്ഷെ ഞാൻ മിക്കവാറും 5 മണിക്ക് വീഡിയോ എടുത്ത് 6 മണിക്ക് എഡിറ്റ് ചെയ്ത് 8 മണിയാവും പോസ്റ്റ് ചെയ്യാം. അതാണ് അതിന്റെ സത്യാവസ്ഥ. എന്നും വിചാരിക്കും 7 മണിക്ക് ഇടണമെന്നൊക്കെ. നടക്കാം. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. All the dreams like twinkle stars. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ സത്യം പറയാലോ എനിക്ക് തെരുവിലാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്.
ആ എനിക്കിപ്പോഴും പേര് ഓർമ്മയുണ്ടേ, ഭരത് എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് എന്നെ നേരത്തെ തെറി വിളിച്ചു. എന്ന് വെച്ചാൽ ചെറിയ തെറിയൊന്നുമില്ല, ആദ്യമേ അങ്ങ് അറ്റത്തെ തെറിയായിരുന്നു. എന്നിട്ട് രാവിലെ ഞാൻ എന്റെ അമ്മയും മറ്റേ യൂട്യൂബ് ചാനൽ എടുത്ത് കമന്റ് നോക്കുമ്പോഴത്തേനും കാണുന്നത്, നിങ്ങൾക്ക് ചേച്ചി എന്ന നിലയ്ക്ക് എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്താണ്? ചേച്ചിയാണ് പറയണ്ടത്, ചേട്ടനെ നോക്കണ്ട. ആ ചേച്ചിക്ക് പറയാനുള്ള എടാ ശബ്ദം ഉണ്ടാക്കരുത്. ചേച്ചിക്ക് പറയാനുള്ള അഡ്വൈസ്, ആരെയും അധികം ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, ആരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ എല്ലാരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാണ്ട്. കൺവിൻസിങ് പറഞ്ഞല്ലോ, എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നോക്കാണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം. ഇപ്പോ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ്, കുറെ പിള്ളേർക്ക് നമ്മൾ എത്ര ഇഷ്ടമാണ്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ കുറെ പേര് ഇന്നാണ് ഞാൻ അറിഞ്ഞത് പലതരം റൂമറുകളടാ. ഇത് എന്തൊക്കെയാണ് ഇതൊക്കെ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഞാൻ ഭയങ്കര സാധനമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്തൊക്കെയോ പറയുന്നത്. ഞാനിതൊന്നും കേട്ടിട്ട് പോലില്ല. മെയിനായിട്ട് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. ഞാനിങ്ങനെ അധികം മിണ്ടാറോ എവിടെയെങ്കിലും പബ്ലിക് ഒരു പ്ലേസിൽ പോയാലും എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് മിണ്ടാണ്ട് ഞാൻ അങ്ങോട്ട് മിണ്ടാറില്ല. അപ്പൊ എന്റെ ഈ സ്ഥായി ഭാവം ഇങ്ങനെ ഒരു വൃത്തിയിട്ട ഭാവം ആയതുകൊണ്ട് കാണുന്നവർക്ക് അത് ശരിക്കും സ്ഥായി ഭാവം അങ്ങനെ എന്റെ ഓൾറെഡി ഉള്ളൊരു റെസ്റ്റിംഗ് ഫേസ് അങ്ങനെ ഒരു ഫേസ് ആയതുകൊണ്ട് അതുകൊണ്ട് കാണുന്നവർക്ക് അയ്യോ ഇത് എന്ത് ജാടേ അങ്ങനെ തോന്നുമായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ കുറെ പേര് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന? അത് ഇവളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്നെ പേഴ്സണലി അറിയാവുന്നവരാരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം, മൂവിയിലേക്ക് ചാൻസ് കിട്ടിയേ പോവാണ്. നല്ല തണുത്ത് കാറ്റുണ്ടല്ലേ? ഭയങ്കര അതായത് നമ്മളൊന്നും ആരും വിളിക്കത്തില്ല അന്നത്തെ സത്യം. പിന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ, പോകത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പോകത്തില്ല കേട്ടോ. പറഞ്ഞു കേട്ടോ. അത് എന്റെ ചോയ്സാണ്. നോ, എനിക്ക് അങ്ങനെ മൂവി അങ്ങനെ പോകാൻ താല്പര്യമില്ല. ചാനൽ നമ്മുടെ ഒരു ഏരിയ. ക്വസ്റ്റ്യൻ ചിലര് കേൾക്കാൻ വേണ്ടിട്ടാണ്, അനിയൻ പാരയാണോ? അവനെ കൊണ്ട് അങ്ങനെ ഉപദ്രവമൊന്നുമില്ല. കാരണം ഞാനും അനിയനും അമ്മയും ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ ഓപ്പൺ ആയിട്ടാണ് മിക്ക കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറ്. അങ്ങനെ ഒരാളെ മാറ്റി കൊണ്ടുവച്ച് പറഞ്ഞ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഒന്നാമതായിട്ട്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ അവനോട് ഇട പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൂടെ നിൽക്കും. അങ്ങനെ വലിയ പാചകത്തിന്റെ പരിപാടിയൊന്നും ഞങ്ങളുടെ ഇടയ്ക്കില്ല. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? എന്റെ പേര് പറയില്ലേ, എന്റെ പേര് പറയില്ലേ. എടാ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരാളെന്നെ പ്രൈവറ്റ് ആയിട്ട് വിളിച്ചിട്ട് എന്റെ പേര് പറയുന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ, അവള് പറയട്ടെ, ഞാൻ ചുമ്മാ കേട്ടോ. പുള്ളിക്കാരിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പറഞ്ഞോ. ഈ 10th കഴിഞ്ഞപ്പോ തൊട്ട് കൂടെയുള്ള രണ്ടുപേരുണ്ട്, അനന്തു, ലക്ഷ്മി, രണ്ടുപേരും ഭയങ്കര, അതായത് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് വേറെ കാര്യം. എനിക്കിപ്പോ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എനിക്ക് ഓടിപ്പോയി അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ജഡ്ജ് ചെയ്തിട്ടാണ് ഒപ്പം. ഒത്തിരി മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ വേണ്ട ശരിക്കും. അനന്തു അതുപോലെ തന്നെ. അതായത് അവനൊരു ചെക്കനാണ് എനിക്ക് മിക്കവാറും തോന്നിയിട്ടില്ല. അങ്ങനല്ല, അതായത് നോർമൽ ബോയ്സ് പറയുന്ന പോലെ ഒരുമാതിരി ബാഡ് കമന്ററി അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എനിക്ക് അങ്ങനെ പുള്ളിക്കാരനെ നേരിട്ട് പരിചയമൊന്നുമില്ല, ബട്ട് കേട്ടറിവ് ഉണ്ട്. 2-3 വർഷത്തെ കേട്ടറിവ് കൊണ്ട്. കറന്റ് സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എല്ലാം തീരുന്ന സമയം ഉണ്ടാവുമല്ലോ. ഒരു എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട ഒരു സമയം ഉണ്ട്, ഏതാണ്ട് 6 മാസത്തിന് മുന്നേ. ആ ഒരു സിറ്റുവേഷനേക്കാളും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് ഉറപ്പായിട്ട് നിങ്ങൾ കാരണമാണ്, നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് എനിക്ക് ജസ്റ്റ് ഒരു ചാനലായിട്ട് തോന്നുന്നില്ല. ഇവളിങ്ങനെ എപ്പോഴും സംസാരിക്കുമ്പോഴും ഇങ്ങനെ കമന്റ്സ് വരുമ്പോഴും ഇവള് ഹാപ്പി ആവാറുണ്ട്, നെഗറ്റീവ്സ് വരുമ്പോൾ ഇവർക്ക് വിഷമമാവാറുണ്ട്. സോ ഇവള് നിങ്ങളെയൊക്കെ കാണുന്ന ഒരു ഫാമിലി ആയിട്ടാണെന്ന് ഏറ്റവും നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. സോ ഷീസ് ഹാപ്പി നൗ. അതെല്ലാം നിങ്ങൾ കാരണമാണ് അല്ലേ? മ്യൂസിക് ലേണിംഗ് ടിപ്സ് ഇത് പറയാൻ എന്നെക്കാളും അനുയോജ്യമായ ഒരാളുണ്ട്. ഞാൻ പാട്ട് എങ്ങനെ പഠിക്കുന്നേ?
പാട്ടിപ്പോ നമുക്ക് പാട്ട് ക്ലാസിക്കലി പഠിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ള ഒരാളാണെങ്കിൽ മാക്സിമം ക്ലാസിക്കലി പാട്ട് പഠിക്കുക. ഞാൻ ക്ലാസിക്കലി ഒരുപാട് പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ക്ലാസിക്കൽ ബേസിസും ഉണ്ട്. കാരണം എന്റെ അമ്മ ഒരു പാട്ട് ടീച്ചറാണ്. സോ എനിക്ക് ക്ലാസിക്കലി എന്തൊക്കെയോ കുറച്ചറിയാം, കേട്ട് അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസിക്കലി പാട്ട് പഠിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ മാക്സിമം പാട്ട് പഠിക്കാൻ നോക്കുക. അല്ല പാട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാക്സിമം പാട്ട് കേൾക്കുക, പാട്ട് പാടാൻ ശ്രമിക്കുക. തെറ്റുമെന്നൊന്നും വിചാരിക്കണ്ട, തെറ്റിയാലും വീണ്ടും വീണ്ടും പാടി ശരിയാക്കുക. പാട്ടിനോട് അത്രയും നല്ലൊരു ഇന്റൻഷനോ നല്ലൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ പാടുക, കീപ്പ് ഓൺ സിംഗിങ്, അതൊക്കെ ശരിയായിക്കോളും. ലൈഫിലെ ഒരു അൺഫർഗറ്റബിൾ ഡേ, കുറെ ഡേയ്സ് ആണ് അൺഫർഗറ്റബിൾ ആയിട്ട്. എന്റെ അനിയനെ കിട്ടിയ ദിവസം എനിക്ക് അൺഫർഗറ്റബിൾ ആയിരുന്നു. ഒരു എലിക്കുഞ്ചിനെ ഇങ്ങനെ എലിക്കുഞ്ഞ് ഇപ്പൊ വലുതായി കേട്ടോ, വലിയ എലിക്കുഞ്ഞായി, വലിയ എലിക്കുഞ്ഞ്. നീ എവിടെ വന്ന മരഭൂതമേ? ഈ കാര്യങ്ങളൊക്കെ അല്ലേ ശരി ശരി, ഇനി പോക്കോ, എലിക്കുഞ്ഞിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ. അടി ഉണ്ടാക്കരുത്. ഓക്കെ, ഇതൊക്കെ അവളൊരു തിരുവോടാ, നമുക്കല്ലേ നാണൊക്കെ. കോൺഫിഡൻസ്. വീഡിയോയിൽ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്? എനിക്ക് ഞാൻ പറയാം, ഇവള് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇവള് സെൽഫി ക്യാമിലാണ് സംസാരിക്കുന്നത്. ഇവളെ തന്നെ കണ്ട് ഇവള് തന്നെ സംസാരിക്കും, അതാണ് ഇവളുടെ കോൺഫിഡൻസ്. ബാക്ക് ക്യാമറ ഓൺ ആക്കാന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കത്തില്ല. ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ പോയി അല്ലേ, ബാക്കി നീ പറഞ്ഞു. എടാ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. അതായത് കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ജന്മനാ കിട്ടുന്ന സാധനമൊന്നുമല്ല. അതെ, ഉള്ളതായിട്ട് നടിക്കുക. ക്യാമറയുടെ ഫ്രണ്ട് പുള്ളിക്കാർ ഭയങ്കര കോൺഫിഡന്റ് ആണ്. സ്റ്റേജ് ഫിയർ ഒക്കെ അല്ലാതുണ്ട്, സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ സ്റ്റേജസിൽ ഒത്തിരി കയറിയിട്ടൊന്നുമില്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു 3-4 വർഷമായിട്ട് ഇത് തന്നെയാണ് പണി. അപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് ശീലമായി. സ്റ്റേജിലൊന്നും അങ്ങനെ ഒത്തിരി കയറിയിട്ടുണ്ട്, പക്ഷെ ഇത് ശീലമായി. ഇങ്ങനെ കണ്ടിന്യൂസ് കയറാത്തോണ്ട് ഒരു സ്റ്റേജ് ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ചോദിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയാം, നിങ്ങളെ കൂടെ അറിയാം. സ്കൂൾ പ്രപ്പോസൽ മൊമെന്റ്, പച്ചത്തൊപ്പി കഥയുടെ പേര്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഞാൻ SPC ആയിരുന്നു. അപ്പോൾ ഈ കലോത്സവ സമയത്ത് നമുക്ക് ഡ്യൂട്ടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളത് സത്ത് പോകുന്ന രീതിക്കാവും ഡ്യൂട്ടി. അപ്പോൾ ഈ കലോത്സവം ടൈമിൽ നമുക്കറിയായിരിക്കും, എല്ലാ പുറത്തുനിന്ന് വരുന്ന എല്ലാവർക്കും, പല സ്കൂളിൽ നിന്നുള്ളവർക്കും പല ആൾക്കാർക്കും നമ്മുടെ സ്കൂളിൽ എൻട്രി ഉണ്ട്. സോ അങ്ങനെ ഇവര് കുറെ ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടാവും. ഇവരിങ്ങനെ വന്നിട്ട് ആവശ്യമില്ലാണ്ട് നമ്മുടെ അടുത്ത് എവിടെ ചോദിക്കുക, വാഷ്റൂം എവിടെ നിന്ന് അറിഞ്ഞിട്ട് വാഷ്റൂം വന്ന് ചോദിക്കുക, തലവേദനയുടെ മരുന്ന് ചോദിക്കുക, ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ. ആ സമയത്ത് റാൻഡം ആയിട്ടൊരു ഫ്ലൂറസെന്റ് പച്ച തൊപ്പി വെച്ച ചേട്ടൻ, പുള്ളിയെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ കൂടെ. പുള്ളി അവിടെ നിന്നു. അപ്പൊ ഞാനിവിടെ ഓപ്പോസിറ്റ് നിൽപ്പോട്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കൂടെയുള്ള 2-3 പിള്ളേരുണ്ട്. ഒരു 1-2 പേര് എനിക്ക് ഒരു ഞങ്ങൾ 3 പേരങ്ങാണ്ട് കേട്ടോ. പുള്ളി അവിടെ ഇങ്ങനെ ഏതോ ഒരു കുട്ടിയുടെ അടുത്ത് 8-ലോ 7-ലോ പഠിക്കുന്ന ഏതോ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പൊ ആ കൊച്ചിന്റെ എന്തോ ഇൻസ്റ്റ ഐ ഡി നെയിമോ എന്തോ മേടിച്ചിട്ട് വന്നുള്ള രീതി ഈ കൊച്ചു വന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടാണ് ഈ കലങ്ങിയത്, എന്തിനാ ഈ കൊച്ചിപ്പോ എന്റെ ഇൻസ്റ്റ ഐ ഡി ചോദിച്ചെന്നുള്ള രീതിക്ക്. അങ്ങനെ പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു വൈകുന്നേരം വരെ പുള്ളി ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് വരും, ഞാൻ ഇങ്ങോട്ട് വരും, പുള്ളി ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ വീട്ടിൽ പോകുന്നിട്ട് ഞാനൊരു അമ്മേനെ വിളിച്ച് പേടിച്ചിട്ട്, അമ്മ എന്നെ ആരോ നോക്കുന്നത്, എന്നെ ആരോ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അമ്മ പറഞ്ഞ് അവിടെ തന്നെ എന്നോ അമ്മ വരാൻ വിളിക്കാറുണ്ട്. അങ്ങനെ അമ്മ തന്നെ വിളിച്ചത്. ഇതാണ് ആ കഥ. സെലിബ്രിറ്റി ക്രഷ്. ദുൽഖർ സൽമാൻ, ഹാഷിം, അയ്യോ ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. സന്ദീപ്, ആവേശത്തിലും ടൂറിസ്റ്റ് ഫാമിലിയിലൊക്കെ ഉള്ള പയ്യൻ. ആ പയ്യൻ. ഒരു കാര്യം മനസ്സിലാക്കുക, സെലിബ്രിറ്റി ക്രഷ് ഒരാളുടെ കാര്യം ചോദിച്ചുള്ളൂ. എനിക്ക് കുറെ സെലിബ്രിറ്റി ക്രഷ്. ബിഗസ്റ്റ് ഫിയർ ഇൻ യുവർ ലൈഫ്? ലോസിങ് സമ്മൺ. അത് ഞാൻ പറയാറുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഒന്നും വെക്കുന്ന ആളല്ല പുള്ളിക്കാരി. സോ വളരെ മിനിമൽ നമ്പർ ഓഫ് ഫ്രണ്ട്സ്, വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് സർക്കിൾ, അങ്ങനെയൊക്കെ. അതിൽ നിന്ന് ഒരാള് പോവുക, മിസ്സാവുക എന്നൊക്കെ പറയുന്ന പുള്ളിക്കാരി ഭയങ്കര നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? റിഗ്രറ്റ് മൊമെന്റ്. റിഗ്രറ്റ് ചെയ്തത് ഓരോ ദിവസം എനിക്ക് ഓരോ റിഗ്രറ്റാ. ഇന്നിപ്പോ എനിക്ക് റിഗ്രറ്റ് ചെയ്യുന്നത്, കുറച്ചു മുന്നേ ഞങ്ങൾ പുറത്തു പോയി ഫുഡ് മേടിക്കാൻ, മേടിക്കാൻ പുറത്തു പോയപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് സബ്സ്ക്രൈബർ പിള്ളേരെ കണ്ടു. എന്നിട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ടാണ്. എനിക്ക് അന്നേരം സംസാരിക്കാൻ പറ്റത്തില്ല.
ഇവരിങ്ങനെ ആ ചേച്ചി അല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് പോയിട്ട് എടാ സുഖല്ലേ, പേരെന്താ, എവിടെ നിന്നൊക്കെ ചോദിക്കണം. ഞാനൊന്നും ചോദിച്ചില്ല, ഞാൻ വണ്ടി കയറി വിട്ടു. അത് ജാടയാണ്ടൊന്നുമല്ല കേട്ടോ, പേടിയാണ്. പേരൊന്നല്ല. ഇങ്ങനെ പേടിക്കലടാ. ഹൗ ടു ഹാൻഡിൽ ഹേറ്റ് കമന്റ്സ്. കമന്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടൊന്നുമില്ല, അങ്ങ് വിട. ഞാൻ വീഡിയോ കൊള്ളത്തില്ലെന്നോ, ഞാൻ എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നോ, സൗണ്ട് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കും. പക്ഷേ ഒരുമാതിരി സെക്ഷുവലൈസ് ചെയ്ത് പറയാ, വീട്ടുകാരെ പറയാ, അതൊക്കെ എനിക്ക് ദേഷ്യം. ഞങ്ങള് റീസെന്റ് കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ നോട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് അതിന് റിയാക്ട് ചെയ്യണമെന്നുണ്ട്. റിയാക്ട് ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ അത് ലീഗലി റിയാക്ട് ചെയ്യും, ലീഗലി റിയാക്ട് ചെയ്യും. അല്ലാതെ നമ്മളും അവരുടെ നിലവാരത്തിനനുസരിച്ച് താന്ന് നമ്മളും തിരിച്ച് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ചീത്ത വിളിച്ച് എന്തിനാ പറഞ്ഞു. അവർക്ക് അവരുടെ നിലവാരം ഇല്ലായ്മ അവര് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കാണിച്ചു. നമുക്ക് നിലവാരം ഉള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചവിടെ അത് കാണിക്കുന്നില്ല. അതൊരു അത്രേ ഉള്ളൂ. കാര്യമില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് തുടക്കം. അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരാ, തെറി വിളിക്കുക, അതും ചുമ്മാ വീട്ടുകാരെയൊക്കെ പച്ചയ്ക്ക് തെറി വിളിക്കുക. എന്നെ പറയുന്നത് പോട്ടെ. പോട്ടെ, കമന്റ് ബോക്സിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കൊച്ചു പിള്ളേരെ തെറി വിളിക്കുക. ഇതിന്റെ ആവശ്യം എന്താ? നട്ടലുണ്ടെങ്കിൽ ഇവന്മാര് സ്വന്തം പേരിലും സ്വന്തം ഐഡന്റിറ്റിയിലും ഒരു ഐഡിയ ഉണ്ടാക്കി വരണം. ഒന്നുമില്ല, ഇതുവഴി കേക്ക് ഇതുവഴി കളയാ, അത്രേ ഉള്ളൂ. ഏത് കൈൻഡ് ഓഫ് കണ്ടന്റ് ആണ് ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. എനിക്കൊരു ഞാൻ പറയാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള പുള്ളിക്കാരിക്ക് ചില ദിവസം ഭയങ്കരമായിട്ട് പടം വരയ്ക്കണമെന്ന് തോന്നും, അപ്പൊ പടം വരയ്ക്കും. പുള്ളിക്കാരിക്ക് കണ്ടന്റ് ചെയ്യണമെന്ന് തോന്നും, സ്റ്റോറി ഉള്ളു, അപ്പൊ കണ്ടന്റ് ചെയ്യും. പുള്ളിക്കാരിക്ക് പാട്ട് പാടണമെന്ന് തോന്നും, ചിലപ്പോ പാട്ട് പാടും. എന്നും നിന്നെ എന്റെ അമ്മോ. അത് എനിക്ക് ഒറ്റ കാര്യം ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബോറടിക്കും. അല്ലാതെ അടുത്ത ചോദ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ബ്രദറിന്റെ ഗേൾഫ്രണ്ട്. ബ്രദറിന്റെ ഗേൾഫ്രണ്ട്, എടാ അവന് നിക്ക സ്വന്തമായിട്ട് ഇടാൻ അറിയത്തില്ല. നേരിട്ട് വന്നേക്കുന്നു റിയാക്ട് ചെയ്യാൻ. ഗേൾഫ്രണ്ട് ഉണ്ടോ? നിനക്ക് സിഗ്മ മെയിൽ എന്തെന്നറിയോ? അതെന്തിരിക്കാ? അതിലൊക്കെ ഉള്ള ഞാൻ ഇവളെന്താ റിപ്ലൈ കൊടുക്കാന്നറിയോ? നിനക്ക് നിക്കറ് നേരെ ഇടാറിനോടെന്ന്. അവനൊരു കൊച്ചുകുട്ടിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ കുടുംബം നൽകോ? അവനൊരു കൊച്ചുകുട്ടിയാണ്, അങ്ങനെ നമ്മുടെ സമയമായിട്ടില്ല. ആവുമ്പോ പ്രായമായിട്ടില്ല ഇവിടെ ആരും എതിർത്തിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നും പറഞ്ഞ് നാളെ ആരെയും വിളിച്ചോണ്ട് വരില്ല കേട്ടോ. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. എടാ എന്നെ കണ്ടിട്ട് എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന? മൂക്ക് കണ്ടോ, കവിള് കണ്ടോ, കണ്ണ് കണ്ടോ? പ്ലാസ്റ്റിക് സർജറി പോയിട്ട് പ്ലാസ്റ്റിക് കറി വാങ്ങാനുള്ള പൈസ പോലും ഇല്ല കയ്യില്. അത്ര പ്ലാസ്റ്റിക് സർജറി വരെ അത്ര വലിയ ബന്ധങ്ങളിലൊക്കെ പോണോ? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം. അതൊന്നും ഇല്ല കേട്ടോ. ഫാമിലി മെമ്പേഴ്സ്, ഞാൻ, അമ്മ, അനിയൻ. അങ്ങോട്ട് ഹായ് ആണ്. വലൈക്കും അസ്സലാം. ഞങ്ങൾ 3 പേരാണ് ഫാമിലി മെമ്പേഴ്സ്. എൻഗേജ്ഡ് ആണോ? കല്യാണം കഴിഞ്ഞോ? കുട്ടിയുണ്ടോ? എടാ എനിക്ക് അടുത്ത മാസം 20 വയസ്സാവുന്നേ ഉള്ളൂ. ഞാനൊരു ചെറിയ കുട്ടിയാണോ വെച്ചാൽ അല്ല, അഡൾട്ട് ആണോ വെച്ചാൽ അല്ല. നീ ഓരോരുത്തർ ഉറച്ചിരിക്കുന്നു. അതായത് നമ്മൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. നമുക്ക് ചെറിയ ചെറിയ ചുവട് വെച്ച് തുടങ്ങാം, അതല്ലേ നല്ലത്? എങ്ങനെയാണ് ഇത്ര വലിയ നിലയിലെത്തിയത്? സ്റ്റെപ്പ് കയറി നമ്മൾ എങ്ങനെ റീച്ച് ആയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ബിഗിനേഴ്സ് ആണ് അല്ലേ? പറയുന്ന വീഡിയോസ് കാണുമ്പോ ഭയങ്കര സംഭവം, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല. സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ് ഒരുപാട് കാര്യത്തില് അല്ലേ? അതെ, എഴഞ്ഞോണ്ടിരിക്കുകയാണ് ഒരുമിച്ച്. അതെ, അതുകൊണ്ട് പിന്നെ അത്ര വീഡിയോസ് കാണുന്നതെല്ലാം റിയൽ അല്ല. നമ്മള് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ? പേഴ്സണൽ കാര്യങ്ങൾ കുറെ നമ്മള് മറച്ചു വെക്കാറുണ്ട്, സ്ട്രഗിൾസ് കുറെ മറച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം റിയൽ ആണെന്ന് വിചാരിച്ചിരിക്കരുത്, അതങ്ങനല്ല. ഫേവറേറ്റ് സബ്സ്ക്രൈബർ എല്ലാവരും ഫേവറേറ്റ് ആടാ എനിക്ക്. പക്ഷെ എനിക്ക് ഫേവറേറ്റ് ഉണ്ട്. എനിക്കിങ്ങനെ കുറച്ച് കമന്റ് ഒക്കെ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. ചില ആൾക്കാരുടെ കമന്റ് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. ഫേവറേറ്റ് ഇല്ല എന്ന് പറഞ്ഞത് കള്ളമായി പോകും. കുറച്ച് പേരുടെ കമന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അവരുടെ കമന്റ്സ് എന്തൊരു സ്പെഷ്യൽ സംഭവമാണ്. ബർത്ത്ഡേ എന്നാ ചേച്ചി? ബർത്ത്ഡേ
ജൂൺ 19, അടുത്ത മാസം 19. ഡ്രീം ട്രാവൽ ലിസ്റ്റ്. എനിക്ക് പാരീസിൽ പോകണം. ഇവനും പാരീസിൽ പോകണം. ജപ്പാൻ. നിന്നെ കൊറിയ കൊണ്ടുപോകാം. ചൈന ചൈന കൊറിയ എല്ലാം ഞങ്ങൾ രണ്ടും പാരീസിൽ പോകണമെന്നാണ് ആഗ്രഹം. നടക്കുമായിരിക്കും. അല്ല ഫ്ലൈറ്റിൽ കൊണ്ടുവരും. എങ്ങനെ സാധിക്കുന്നത്? What do you like the most about yourself? പാഷൻ, ഹാർഡ് വർക്ക്. ഇവളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അത് എന്റെ തന്നെ ചോദിച്ചു. ഇയാളെ പറ ഇപ്പൊ ഇത് തന്നെ പറയും. ഇല്ല, എനിക്ക് എന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എനിക്ക് കുറെ പണിയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ എന്റെ അടുത്ത് ഒന്ന് സോറി പറയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാനത് വിടും. അത് നല്ലൊരു കാര്യമാണ്. പഴയതെല്ലാം ഇങ്ങനെ മൈൻഡ് വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെ ആലോചിച്ചിരിക്കാണ്ട് സോറി പറയുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞു. കാല് ഇനി നിങ്ങൾ ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻ, ഇവൻ ഏതാ, നീ ഏതാ, ഞാൻ ആരോ ഏട്ടാ? ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണോ, കസിൻസ് ആണോ, ചേട്ടനാണോ, മാമൻ, അച്ഛന്റെ അനിയന്റെ മാമനാണോ എന്നൊക്കെ ചോദിക്കണ്ടേ? ഒന്നുമല്ല, അല്ല ഒന്നാണ്. ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഒരു 3 വർഷമായിട്ട് റിലേഷനിലാണ്. വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ കുടുംബക്കാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമല്ല, ഈ വീഡിയോ കണ്ടിട്ടൊക്കെ എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് എന്നെ നോക്കുന്ന, എന്റെ കാര്യങ്ങൾ ചോദിക്കുന്ന, ഞാൻ ഓക്കെ ആണോ എന്ന് അന്വേഷിക്കുന്ന ഒരാൾ എന്റെ അമ്മയാണ്. പിന്നെ എന്തുവാ, എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള 2-3 പേര്, അവരുടെ അടുത്തൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവനാണ് ആള്, ഇങ്ങനെയാണ് ആള്. ആദ്യമൊക്കെ അറിയാം. ആദ്യമൊക്കെ ഉറപ്പായിട്ടും വീട്ടുകാരെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പതിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് പിന്നെ അങ്ങ് ഓക്കെ ആയി. ആള് കൊല്ലത്തുനിന്നാണ്, മറൈൻ എഞ്ചിനീയർ ആണ്. അതെ, എന്തെങ്കിലും പറയൂ. എത്ര വയസ്സായി? 23 ആവുന്നു. 23 ആവുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരു ലാസ്റ്റ് 3 years ആയിട്ട്. ഞാനും കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. ഞാനിപ്പം ഇങ്ങനെ പാട്ട് പാടിയിടുന്ന ചാനലിലായാലും നൈസായിട്ട് അതിന്റെ കൂടെ ചാനലിന് ഒരു പ്രൊമോഷൻ. ഞാൻ എപ്പോഴേലും പോസ്റ്റ് ഇടുമ്പോഴായാലും അതിന്റെ കമന്റിൽ ഫുള്ള് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ മൊത്തം ഇവളെ കുറിച്ചും ഇവളുടെ കമന്റ് ബോക്സിൽ കുറെ എന്നെ കുറിച്ചൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. സോ ഞങ്ങളത് കാണും. ഓക്കെ, Q&A റിവീൽ ചെയ്യാം ഇങ്ങനെ വിളിച്ച് 1 month എന്തോ ആയി Q&A വീഡിയോ ഒക്കെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മേഡം. അപ്പം ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത് 2 പേർക്കും. അത് എന്റെ കയ്യിലാണ് മെയിൻ മിസ്റ്റേക്ക്. ഒന്നീ ഞാനിവിടെ കാണത്തില്ല, ഇല്ല എന്തെങ്കിലും തിരക്കുണ്ടാവും. സോ ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത്. സോ ഇവള് പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു 3 years ആയിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. ഹാപ്പിയാണ് മെയിൻ. ഞങ്ങൾ ഒരിക്കലും ആരെയും ഇങ്ങനെ ഇപ്പൊ 20 വയസ്സായിട്ടുള്ളൂ, കുറെ പേർക്ക് ഈ വീഡിയോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്യാവശ്യം മുതിർന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തുവായി കാണിക്കുന്നേ എന്നൊരു സംഭവം ഉണ്ടാവും. പക്ഷെ ലൈഫില് ചില മൊമെന്റ്സില് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഇല്ലേ, അങ്ങനെയാണ്. ഒരു ഇഷ്ടം അത് എല്ലാവർക്കും ഈ റിലേഷൻഷിപ്പ് സെറ്റ് ആവണമെന്നില്ല കേട്ടോ. നല്ലൊരു മാച്ച് വന്നാൽ ഭാഗ്യം. ഈ ഒരു ജനറേഷനിൽ അങ്ങനെ നല്ലൊരാളെ കിട്ടുക എന്നുള്ളത് അല്ല. ഞങ്ങള് എന്താ പറയാ, ഞാൻ കുറെ സഫർ ചെയ്ത ഒരു ടൈമില് എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ടായിരുന്നു ഗൂഗിൾ. അത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് തുടങ്ങിയത്, ഇതുവരെയായി നിൽക്കുന്നു. എനിക്കത് എത്രത്തോളം പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയത്തില്ല എല്ലാവരെയും. പക്ഷെ എന്താ പറയാ, ഞാൻ ഹാപ്പിയാണ്. ഇത്ര നാളായിട്ട്, ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു കാര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ പറയാ, ഒറ്റപ്പെട്ടതായിട്ട് തോന്നാതിരിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളില്, ലൈഫിലെ കുറെ ഇവന്റ്സിൽ അവൻ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെയാണ് കാര്യം. ഇത്രയും നാൾ പറയാണ്ടിരുന്ന എന്താ വെച്ചാൽ, ഒരിക്കലും നിങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുക അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഒന്നും അല്ല. എല്ലാവരും അത് എങ്ങനെ എടുക്കുന്നു ഞങ്ങൾക്കറിയില്ല. ഒന്ന് കുറച്ചുകൂടെ പതിയെ, ഇപ്പൊ എന്തായാലും 3 വർഷം ആയതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്, കുറച്ചുകൂടെ പതിയെ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഞങ്ങക്ക്. 2, എന്താ, കൂടുതൽ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളാണ്. പിന്നെ ഇവളുടെ വീഡിയോസിലൊക്കെ മെയിൽ വോയിസ് എങ്ങനെയാ കൊടുക്കുന്നേ എന്ന് ഉള്ളൊരു ചോദ്യം സ്ഥിരം കണ്ടിട്ടുണ്ട്. ആണോ? അതെ, ഇവന്റെ വോയിസ് ആണത്. ഇവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ വിളിക്കും, ഗൂഗിള് വോയിസ് വേണം,
അപ്പൊ എഴുന്നേക്കും. മടിയൊന്നും ഇല്ല കേട്ടോ പുള്ളിക്കാരന്. ഞാൻ എന്റെ ഫ്രണ്ട്സ് തന്നെ, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മെയിൽ ഫ്രണ്ട്സും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീഡിയോക്കൊക്കെ വരുമെന്ന് ചോദിച്ചാലും എല്ലാവർക്കും ഒരു കളിയാക്കും. ശരിയല്ല, അങ്ങനത്തെ സംഭവമാണ്. വോയിസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ഉറപ്പാണ് ആരും തരാനൊന്നും പോകുന്നില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പോയിട്ട് എടാ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട് എന്ന് പറയുന്നതിന് മുന്നേ അവർ റെഡിയാ. എന്റെ കൂടെ 2-3 പേരും കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് തരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വോയിസ് ആൾക്കാരും കൂടെ ഉണ്ട്. സഹായിക്കുന്ന ഞങ്ങളുടെ അനിയന്മാരെയും ഞങ്ങൾ ഈ സമയത്ത് അവളും ഇല്ലേ മരിയ, മരിയ 3-4-5 പേരുണ്ട്. ഇപ്പൊ എനിക്ക് 3-4 പേരുണ്ട്. അത് കുറച്ച് 1-2 പേര് ഇവന്റെ അനിയന്മാരാണ്, കസിൻ അനിയന്മാരാണ്. ഒന്ന് എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും കുറെ നാൾ മുന്നേ ഒന്നും എനിക്ക് ഈ പറയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് വോയിസ് വേണം എന്ന് പറഞ്ഞ് ഡബ് ചെയ്ത് തരാനോ ആരും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഇവനിങ്ങനെ ഞാനില്ലേ സെറ്റാക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അങ്ങനെ ഇതുവരെയൊക്കെ ആയി. പിന്നെ ആളൊരു എക്സ്ട്രോവേർട്ടാണ്, ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ. റിലേഷൻഷിപ്പ് വീട്ടിലറിഞ്ഞപ്പോ ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്റെ ഫാമിലി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവളുടെ ഫാമിലി, ഇവളുടെ അമ്മേനെ കൊണ്ട് അല്ല, നിന്റെ വീട്ടിലെ റിയാക്ഷൻ എന്തായിരുന്നു? പാവമായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ റിയാക്ഷൻ ഒന്നും ഇല്ല. പറഞ്ഞു വീട്ടിലെ പേരൻസ് ഒക്കെ ഭയങ്കര കൂളാണ്. സോ കാര്യം പറഞ്ഞു, കാര്യം മനസ്സിലായി. സോ ആളെ കാണിച്ചു കൊടുത്തു, ഇഷ്ടായി. ഗൂഗിളിന്റെ അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എല്ലാരും സെറ്റാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതെ, കസിൻസ് ആയാലും കസിൻസ് ഒക്കെ പിന്നെ അതെന്തോ എന്റെ ചേച്ചിമാരും എന്റെ ചേട്ടന്മാരും എന്റെ അനിയന്മാരും പോലെയൊക്കെ തന്നെയാണ്. അവരങ്ങനെ മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവൊന്നും കാണിക്കാറില്ല. ഇങ്ങോട്ടൊന്ന് പുള്ളിക്കാരിയുടെ ക്ലാസ്സിലെ കുറച്ച് പിള്ളേര് പറഞ്ഞത്രേ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു. എന്താന്ന് അടിച്ചു പിരിഞ്ഞു? ഞാൻ പുറത്താക്കി. യൂസ് ചെയ്യുമായിരുന്നല്ലോ. ഞാൻ ഏത് സൈഡിൽ കൂടെ എന്നെ യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ആൾക്ക് ആളുടേതായിട്ടുള്ള ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആള് മാറിയിരുന്നു. അത് മാത്രമല്ല ആളുടെ സ്ഥലം ഇവിടെ അടുത്തല്ല. സോ ഇവിടെ വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും കാണാത്തത്. ഇപ്പൊ ലീവാണ്, ലീവ് ടൈം ആണ്, ഇപ്പൊ ഇങ്ങോട്ട് വന്നു. എന്തായാലും ഈ Q&A സമയത്ത് പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് നന്നായി. അതെ, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്ന. ഞാനും അത് കേട്ടിരുന്നു, എന്നെ കുറിച്ചും പറഞ്ഞു. അത് എന്താണെന്നറിയോ, ഞങ്ങള് പൊതുവെ ഞങ്ങൾ അന്ന് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത്. ഇവളും ഞാനും പഠിച്ച സ്കൂളിലെ പ്രോഗ്രാം, എന്റെ എക്സ് സ്കൂൾ, ഇവളിപ്പോ പഠിക്കുന്ന സ്കൂളിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് പോകുന്നത്. അത് അമ്മുവിന്റെ എന്തായിരുന്നു, വഞ്ചിപ്പാട്ടോ? വഞ്ചിപ്പാട്ടിന് എന്തോ വീഡിയോ എടുക്കാനും ജസ്റ്റ് കാണാനും ഒക്കെ ആയിട്ട്, പിന്നെ ഇവളെ പിക്ക് ചെയ്തുകൊണ്ട് വരാനുമായിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ പോയ സമയത്ത് ഞങ്ങളുടെ അടുത്ത് കുറെ പേര് ഒന്നും മിണ്ടിയില്ലേ, കുറെ കുഞ്ഞുങ്ങളൊന്നും മിണ്ടി. ഞങ്ങൾ ഫോട്ടോ എടുത്തു, സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പണിയെടുക്കുമായിരുന്നു. ബെഞ്ച് പിടിച്ചിടാ, ഡെസ്ക് പിടിച്ചിടാ, സ്റ്റേജ് റെഡിയാക്ക. ഇത്രയും പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ജാടയായിട്ട് തോന്നിയിരുന്നു. ഇവനും ജാട, എനിക്കും ജാട. എനിക്ക് ഭയങ്കര ജാട. എനിക്ക് ശരിക്കും അതെങ്ങനെയാടാ ഒരാളെ കണ്ടുടനെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു 10 മിനിറ്റ് സംസാരിച്ച ഉടനെ അല്ലെങ്കിൽ കണ്ട് ഒരാളെങ്ങനെ ജാടയാണോ അല്ലയോ? എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അത് ഇന്നാണെന്നൊന്നുമില്ല, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊന്നുമില്ല. ഒന്ന് തുടങ്ങി വെക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് ആ ഒരു സമയത്തായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ഇവള് ജാടയാണ്, ഇവൻ ജാടയാണ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെക്കാട്ടി അലമ്പാണ്. അതെ, വളരെ അലമ്പാണ്. അമ്മയ്ക്ക് ഞങ്ങളുടെ റിലേഷനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരെയും വിളിച്ച് ആദ്യമേ ഇരുത്തി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചത്. പറ, ഞങ്ങളുടെ റിലേഷനെ പറ്റിട്ട് അമ്മയ്ക്ക് എന്താണ് പറയുന്നത്? സ്ക്രിപ്റ്റഡ് ആയിരിക്കണം, നല്ലത് മാത്രമേ പറയൂ. എഴുതി തന്നോ പഠിപ്പിച്ചാലോ? പറ. കുഴപ്പമില്ല, ഞാനൊന്നും മിണ്ടുന്നില്ല. എന്ത് തോന്നുന്നു ഇപ്പൊ ഞങ്ങളെ കുറിച്ച്? എന്നെ ആലോചിച്ച് അമ്മ പ്രൗഡാണോ? പ്രൗഡാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ഹാപ്പിയാണ് ഈ ഒരു പ്രായത്തിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റി. ഇപ്പൊ എന്താണ്, നമ്മളെ കുടുംബം തന്നെ നോക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഹാപ്പി, സന്തോഷം. ഗോകുലിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ?
ഇതുവരെ മോശമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല ഈ നിമിഷം വരെ. ഇനി നാളെ എന്താകും എന്നുള്ളത് എനിക്കറിയാം. അത് വേണ്ട അവിടെ കട്ട് ചെയ്യണേ. അപ്പൊ ബൈ. കേട്ടോ